അങ്ങനെ ഒരു കുപ്പി വെള്ളവും വാങ്ങി തിയേറ്ററിൻ്റെ അടുത്ത്. ഇപ്പോൾ ടൈം ആവാത്തതുകൊണ്ട് അവിടെയുള്ള സൗന്ദര്യം ഒന്ന് ആസ്വദിക്കും. അങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് നമ്മുടെ ടൈമായി. അങ്ങനെ ഇരുട്ടുമുറിയിലേക്കൊരു യാത്ര. സിംഹാസനങ്ങളിങ്ങനെ നിരന്നിരിക്കുകയായിരുന്നു. ഞാനും ഒരു 4-5 പേരും ഉണ്ടായിട്ടുള്ളൂ സിനിമ കാണാൻ. പടം തുടങ്ങി. പടം തുടങ്ങി ആ ജമ്പിങ് സ്റ്റാർട്ട് ആ പാട്ടും ഒക്കെ ആയപ്പോൾ ഒരു പ്രത്യേക പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഏതോ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ച് ഒന്ന് പുറത്തിറങ്ങി ഐസ്ക്രീം വാങ്ങി ഉള്ളിലേക്ക് പോയി. ഐസ്ക്രീം ഉണ്ട്, ആ പടം കണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. இல்லை திடீர்னு ஒரு மாதிரி நாஷியஸாக இருக்குது. டைனரில் சாப்பிட்றது ஒத்துக்கலான்னு நினைக்கிறேன். கன்வீனியன்ஸ் ஸ்டோரில் ஏதாவது டேப்லெட் இருக்கான்னு பார்த்தேன், எதுவும் இல்லை. நான் வேணா வண்டி வரும் கட்டுவா. ഇൻ്റർവെൽ ആയപ്പോൾ അങ്ങനെ പെപ്സിയും വാങ്ങി. ഇനി അടിപൊളി സീറോ അങ്ങനെ പെപ്സിയും കുടിച്ച് നമ്മൾ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. சும்மா தெரிஞ்சுக்க ஆசைப்படுறேன். காசு கொடுத்து உன்னை தீர்த்து கட்டுற அளவுக்கு உன் பொண்டாட்டி போயிருக்கானா? அப்படி என்ன பண்ண நீ அவளுக்கு? അജിത്തിൻ്റെ ത്രില്ലർ മൂവി തന്നെ എന്ന് പറയാം. അജിത്തിൻ്റെ മൂവി അടിപൊളി തന്നെയാണ്, ത്രില്ലർ മൂവി തന്നെയാണ്. വളരെ ലാഭമൊന്നുമില്ല, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അത് ത്രില്ലർ തന്നെയാണ്, ബോറടിക്കുന്നില്ല. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അറേബ്യൻ ടച്ചുള്ള ഫീലിങ്, അറേബ്യൻ ബീജിയം ഒരുപാട് കിടക്കുന്നത് കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ എടുത്തു പറയുന്ന ആ ബീജിയം ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് എടുത്തു പറയുന്നത്. പിന്നെ അസർബൈജാൻ ഒരു ഇംഗ്ലീഷ് ത്രില്ലർ മൂവി പോലെ ഞാൻ ഫീൽ ചെയ്യുന്നത്.